ഹായ് ഫ്രണ്ട്സ്, നമുക്കിനി ഏത് ടെക്സ്റ്റും എവിടെ വെച്ചും നമുക്ക് കോപ്പി ചെയ്യാൻ നമ്മുടെ മൊബൈലിലൂടെ സാധിക്കും. നമുക്ക് ബുദ്ധിമുട്ടുള്ള ചിലപ്പം കോപ്പി ചെയ്യാൻ പറ്റാത്ത ടെക്സ്റ്റുകളൊക്കെ ഉണ്ടാകും. അത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡിസ്പ്ലേ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ താഴ്ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതൊന്നും നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം ഞാനിങ്ങനെ ഒരു സൈറ്റ് ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കി. ഇപ്പോൾ താഴെ വോക്കൽ ലേബിൾ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ലോങ് പ്രസ് ചെയ്യുകയാണ്, പക്ഷേ ഇതൊന്നും കോപ്പി ആകുന്നില്ല. ഞാനിത് കോപ്പി ചെയ്യാൻ പോവാണ്. ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ ഞാനിങ്ങനെ താഴ്ത്തി ഇവിടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ ഞാനൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താണ്. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏതാണ് കോപ്പി ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ ലോങ് പ്രസ് ചെയ്ത അത് ഒന്നുകൂടി ലോങ് പ്രസ് ചെയ്തപ്പോൾ അതിവിടെ കോപ്പിയായി വന്നു. വലതുവശത്ത് ഒരു ഐക്കൺ ഉണ്ട്, കോപ്പി ചെയ്യുന്ന ഒരു ഐക്കൺ ഉണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, ഇത് കോപ്പി ആവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കോപ്പി ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമുക്ക് വാട്സപ്പിൽ ആർക്ക് വേണമെങ്കിലും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റാത്ത സെറ്റിങ്സിൻ്റെ അകത്താകട്ടെ, ഗൂഗിളിലാകട്ടെ, ഗൂഗിൾ ക്രോമിലാകട്ടെ, എവിടെയും ഉള്ള ടെക്സ്റ്റുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈലിൽ കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്താണ് ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. താഴെ നിങ്ങൾക്ക് വലതുവശത്ത് ഒരു ഏരോ മാർക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആക്ടിവേറ്റ് എന്ന് ഇവിടെ റെഡ് കളറിൽ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഓപ്പൺ സെറ്റിങ്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലതുവശത്ത്. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ സാംസങ് മൊബൈലാണ് കാണിക്കുന്നത്. ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ഓക്കെ കൊടുക്കുക, ഓൺ കൊടുക്കുക. അതിനുശേഷം അലോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഏരോ മാർക്കിൽ വലതുവശത്തുള്ള താഴെ കാണുന്ന ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അലോ നോട്ടിഫിക്കേഷൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റെഡ് കളറിൽ അലോ നോട്ടിഫിക്കേഷൻ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പെർമിഷൻ കൂടി അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അവസാനം ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഏറ്റവും മുകളിൽ യൂണിവേഴ്സൽ കോപ്പി എന്ന ഭാഗത്ത് ഓണിലായിരിക്കും ഉണ്ടാകുക. കുറച്ച് താഴെ ട്രിഗേഴ്സ് എന്ന ഭാഗത്ത് നോട്ടിഫിക്കേഷൻ ഓണിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ എല്ലാം ക്ലിയർ ആണ്. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ഞാൻ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡിസ്പ്ലേ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ താഴ്ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതൊന്നും നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം ഞാനിങ്ങനെ ഒരു സൈറ്റ് ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കി. ഇപ്പോൾ താഴെ വോക്കൽ ലേബിൾ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ലോങ് പ്രസ് ചെയ്യുകയാണ്, പക്ഷേ ഇതൊന്നും കോപ്പി ആകുന്നില്ല. ഞാനിത് കോപ്പി ചെയ്യാൻ പോവാണ്. ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ ഞാനിങ്ങനെ താഴ്ത്തി ഇവിടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏതാണ് കോപ്പി ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ ലോങ് പ്രസ് ചെയ്ത അത് ഒന്നുകൂടി ലോങ് പ്രസ് ചെയ്തപ്പോൾ അതിവിടെ കോപ്പിയായി വന്നു. വലതുവശത്ത് ഒരു ഐക്കൺ ഉണ്ട്, കോപ്പി ചെയ്യുന്ന ഒരു ഐക്കൺ ഉണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, ഇത് കോപ്പി ആവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കോപ്പി ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമുക്ക് വാട്സപ്പിൽ ആർക്ക് വേണമെങ്കിലും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റാത്ത സെറ്റിങ്സിൻ്റെ അകത്താകട്ടെ, ഗൂഗിളിലാകട്ടെ, ഗൂഗിൾ ക്രോമിലാകട്ടെ, എവിടെയും ഉള്ള ടെക്സ്റ്റുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈലിൽ കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ഒരിക്കലും കോപ്പി ചെയ്യാൻ കഴിയാത്ത ടെക്സ്റ്റുകൾ പോലും ഏത് സൈറ്റിലുള്ളതാണെങ്കിലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വളരെ ഈസി ആയിട്ട് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.